കണ്ട നമ്മൾ വെട്ടിയ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ. വായോട്ടാ. നമ്മുടെ പറമ്പില് എന്താ പറയാ ഒരു കോളിഫ്ലവർ കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി ഞാൻ പറഞ്ഞല്ലോ, അത് മഴ കൊണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നാശമായി പോകും. അപ്പൊ നമുക്ക് ഇന്നത് രാവിലെ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലത്തെ കറിക്ക്, അതായത് കഞ്ഞിയിലത്തെ കറിക്ക് നമ്മുടെ എന്താ പറയാ കോളിഫ്ലവർ എടുക്കാന്ന് വെച്ചുട്ടാ. ചെറിയൊരു കോളിഫ്ലവർ ആണ്, കുഴപ്പമില്ല. ഇത്രയ്ക്കൊക്കെ ഇനി കിട്ടുള്ളൂ, കാരണം കാലാവധി കഴിഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ളവരാട്ടവരൊക്കെയും. അത് കാരണമാണ് ഇത്രയും ചെറിയൊരു കോളിഫ്ലവർ ആവണത്. ഇനിയിപ്പോ ആ തണ്ടും ഇന്നും ഇനി ഉണ്ടാവില്ലേ കോളിഫ്ലവറിന്റെ, പക്ഷെ ഇലയ്ക്ക് വേണ്ടി വേണമെങ്കിൽ നമുക്ക് നിർത്താൻ പറ്റും. പൊടിച്ചു വരുന്ന ചെറിയ ചെറിയ ഇലകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ ഇന്ന് രാവിലെ കഞ്ഞിക്ക് ഇങ്ങോട്ട് ഇട്ടാ. നമ്മളുണ്ടല്ലോ കോളിഫ്ലവർ വെക്കാൻ വേണ്ടിയിട്ട് ഇതാ തീ കത്തിച്ച് ചീനിച്ചട്ടിക്ക് ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഞാൻ ഒരു ചെറുതായിട്ട് കുറച്ച് ഇലയും കൂടി ഉണ്ടായിരുന്നു. കോളിഫ്ലവറിന്റെ ഇല അടക്കം നമ്മൾ ചെറുതായി നുറുക്കിയിട്ടുണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടാ. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് നമ്മളിതാ ഒരു തൊണ്ട് ഉപ്പാണ് പിന്നെ ഇട്ട് കൊടുക്കണേ. ഉപ്പ് നമ്മള് കുറവെണ്ണ ഇട്ടാൽ മതി ഇട്ടാ, കാരണം ഇത് വാടി വരുമ്പോ കുറയുമല്ലോ. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഞെക്കിയ ഒരു അര മുറി സബോളയുടെ പകുതി ഇട്ടാ. അത് കാരണം കുറച്ച് നുറുക്കിയതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ള ഇഞ്ചി ചെറുതാക്കി നുറുക്കിയത്, പിന്നെ വേപ്പില ചെറുതാക്കി നുറുക്കിയത് തന്നെ ഇട്ട് കൊടുക്കണം. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പിന്നെ അതിലേക്ക് ഒരു നുള്ള മഞ്ഞപ്പൊടി ഇട്ടാ. മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടാ. നമ്മൾ വെള്ളമൊന്നും ഒഴിക്കണില്ല, തീ കുറവില് ആദ്യമേ തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കണേ. അപ്പൊ അത് നന്നായി ഇളക്കി കൊടുത്തിട്ട് നമ്മളിതാ മൂടി വയ്ക്കണം. ആ തീ ഒന്ന് കുറച്ച് നിൽക്കുന്നുണ്ട് കേട്ടാ. നമുക്കുണ്ടല്ലോ ഇതാ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കാം. അപ്പൊ നോക്കിയേ, നമ്മുടെ കോളിഫ്ലവർ ഒന്ന് അധികം സമയം വേണ്ട കേട്ടാ, ഒന്ന് വാടി വരെ വേണ്ടോ. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് നമ്മുടെ എന്താ പറയാ തിരുവനന്തപുരത്തെ മുളക് എന്ന് പറയില്ലേ, നെയ്മുളക്, ഉരുണ്ടമുളക്. എനിക്ക് ഇപ്പഴൊരു പേരറിയില്ല കേട്ടോ, ഞാൻ തിരുവനന്തപുരത്തെ മുളക് എന്ന് പറയണേ. ആ ഒരു മുളക് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിതാ നല്ല എരിവുള്ള മുളകാണ്, പകുതി അരിഞ്ഞിട്ടിട്ടുണ്ട്. എരിവയ്ക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടുള്ളൂ കേട്ടോ, ഓരോ മുളകിൻ്റെ ഇതുപോലെ. എന്നിട്ട് ഇതാ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനതാ അതിലേക്ക് ഒരു തുണ്ട് നാളികേരം 2 ടീസ്പൂൺ ഉണ്ടാവുള്ളൂ കേട്ടോ, കാരണം നമ്മുടെ കറി കുറവല്ലേ ഉള്ളൂ. അതനുസരിച്ച് ഇതാ ഞാൻ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ പിന്നെ ഇതിലേക്ക് ചെയ്യുന്നത് നമ്മൾ ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാണ് കേട്ടാ. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ വീട്ടിലത്തെ ലാസ്റ്റത്തെ കോളിഫ്ലവർ. ഇനി അടുത്ത വർഷം കോളിഫ്ലവർ ഉണ്ടാവുമ്പോഴായിരിക്കും നമ്മൾ കോളിഫ്ലവർ കൊണ്ടുള്ള കറി വെക്കുക. അങ്ങനെയാണ് ഉണ്ടാവാറ്. വ്യത്യാസം വരാം കേട്ടോ. ഇനിയിപ്പോ ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കറി ഒരു സ്പെഷ്യലായിട്ട് വെക്കേണ്ട വരാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ കോളിഫ്ലവർ മേടിച്ച് വയ്ക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ മാത്രമാണ് കോളിഫ്ലവർ, കാബേജ് അതുകൊണ്ടൊക്കെയുള്ള കറികൾ നമ്മൾ വെക്കാറുള്ളൂ കേട്ടാ. ഞാൻ തീ ഒന്ന് കൂട്ടി വെക്കുന്നുണ്ട്. ഇത്ര നേരം തീ കുറവായിരുന്നു. മുട്ട ഉടച്ചൊഴിച്ച് ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് നമ്മളുണ്ടല്ലോ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്ന് വെതറി കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവർ കൊണ്ടുള്ള തോര റെഡി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുമ്പോ ഞാനിതാ ഗ്യാസ് ഓഫ് ചെയ്തു. അപ്പൊ രാവിലത്തെ കഞ്ഞിക്കുള്ള നമ്മുടെ തോര റെഡി ആയി. നമുക്ക് പറമ്പിലേക്ക് പോവാം. നമ്മുടെ വിയറ്റ്നാമേലി ഇതാ, ഈ വിയറ്റ്നാമേലി വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതെ 2 ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോഴേ ഇത് മൂത്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുഴിയൊക്കെ എടുത്ത് താഴേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഇതിൽ വെള്ളം നിൽക്കുമ്പോഴേ ചക്കമ്മയ്ക്ക് അഴുക്ക് വരുന്നേ. അപ്പൊ ഈ ചക്ക നമ്മളിന്ന് മുറിച്ചെടുക്കാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ മുന്നൊരു വിയറ്റ്നാമേലുള്ള ഒരു തൈ കാട്ടിയാന്നുണ്ട്, അതുമ്പോ ഫസ്റ്റില് ചക്ക ഉണ്ടായിട്ടൊക്കെ കഴിഞ്ഞു കേട്ടാ. അപ്പൊ ഇതാ
ഞാൻ എന്തായാലും ഈ ചക്ക പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യപ്പോ കാണിക്കാട്ടാ. എങ്ങനെയുണ്ട് നോക്കാം നമുക്കിത്. നമ്മുടെ മുന്നത്തെ വീരിനമ്മളി ഭയങ്കര ടേസ്റ്റാണ്. അതിൽ പെട്ടതാണോ എന്താ മാറ്റം നോക്കി അറിയാം. കാരണം കണ്ടത് അഴുക്ക് പിടിക്കണേ. അതാണ് നമ്മള് നിർത്തി പഴുപ്പിക്കാതെ തന്നെ വേഗം മുറിച്ചെടുത്തത്. ഇന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറമ്പില് കുറച്ച് ചവറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അടിച്ചൊക്കെ കൂട്ടി നമ്മുടെ പച്ചക്കറികളുടെ കടയ്ക്ക് കൊണ്ടുവരണട്ടാ. പിന്നെ നമ്മള് എല്ലാ വട്ടം എന്ന് പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ പറമ്പ് മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമ്മള് ഇപ്പൊ ഷൈഡിനായാലും അറിയാം പുല്ലൊക്കെ ചെത്തി എപ്പോഴും ക്ലീൻ ആക്കി ഇടും. ഇപ്പത്തെ ബാക്കിലും ഷൈഡും പുല്ലൊക്കെ ചെത്തിട്ടുണ്ട് നല്ല ഭംഗിയാക്കിയിട്ട്. പക്ഷെ ഈ പ്രാവശ്യം ഉണ്ടല്ലോ ശരിക്കും നമുക്ക് ഒരു പേടി കടന്നു പറമ്പിലേക്ക് ഇറങ്ങുമ്പോ. കാരണം ഷായേട്ടന്റെ മൂന്നാമത്തെ ചേട്ടനെ പാമ്പ് കടിച്ചുട്ടാ. അത് കേട്ടപ്പോഴാണ് നമുക്ക് പേടി തോന്നിയത്. കാരണം നന്നായിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പാമ്പ് ഇങ്ങനെ കടിച്ചിട്ട്. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടനെ കടിച്ച പാമ്പ് വിഷമില്ലാത്ത പാമ്പായിരുന്നു കേട്ടോ അത്. അപ്പൊ ആദ്യമൊക്കെ പറഞ്ഞു ഞാൻ പറമ്പിലേക്ക് ഇറങ്ങുമ്പോ ഷായിട്ട് എന്നോട് എപ്പോഴും പറയും നീ താഴെ നോക്കി നടന്നോളൂ താഴെ നോക്കി നടന്നോളൂ. പക്ഷെ എന്റെ ഒരു സ്വഭാവം എങ്ങനെയാണെങ്കിൽ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും നട്ടിട്ടുണ്ടെങ്കിൽ അതുമിക്ക് കണ്ണു പോവുള്ളൂ, എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ നോക്കിയിട്ട്. പക്ഷെ ഇപ്പൊ ഭയങ്കര പേടിയാണ് പറമ്പിലേക്ക് ഇറങ്ങുമ്പോ. നമ്മുടെ പറമ്പിൽ നമ്മൾ എപ്പോഴും പാമ്പിനെ കാണാറുണ്ട്. അങ്ങനെ പാമ്പിനെ കാണായാലും പേടി തോന്നാറില്ല. കാരണം നമ്മളിങ്ങനെ കടന്നു വരുമ്പോ നമ്മൾ പാമ്പിനെ കണ്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ആ ഒരു അനക്കം കണ്ടിട്ട് പാമ്പ് പെട്ടെന്ന് ഇങ്ങനെ ചവറി കൂടെ പോകുമ്പോഴത്തെ ഒരു സൗണ്ട് കേട്ടിട്ടായിരിക്കും നമ്മൾ നോക്കുക. അപ്പോഴായിരിക്കും പാമ്പ് പോണ് കാണുക. ഇവിടേക്ക് ഒരു സ്ഥിരം ഒരു മഞ്ഞച്ചേര എന്ന് പറയുന്ന ഒരു പാമ്പ് എപ്പോഴും സ്ഥിരം ഞാൻ ഇവിടെ കാണുന്നുണ്ട് ആളെ. പക്ഷെ അന്നൊന്നും എനിക്ക് പറമ്പിൽ പാമ്പുണ്ട് എന്നുള്ള ഒരു ഇതുണ്ടെങ്കിലും പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഭയങ്കര പേടിയ പറമ്പിലേക്ക് ഇറങ്ങുമ്പോ. ഇപ്പം ആവുന്നത് ഞാൻ അടിയിലേക്ക് നന്നായി നോക്കിയിട്ട് നടക്കുള്ളൂട്ടാ. അപ്പൊ ഒന്ന് പറമ്പൊക്കെ ഒന്നും കൂടി ഒന്ന് വൃത്തിയാക്കാണ്. ഇനി മഴയൊക്കെ വരുമ്പോ നമുക്കറിയാം നമുക്കിവിടെ തോടൊക്കെ പോകണ്ട്. അതിലൊക്കെ വെള്ളം നിറയുമ്പോ പാമ്പുകൾ കര നോക്കി കയറി വരും. അപ്പൊ കര നോക്കി കയറി വരുമ്പോ നമ്മുടെ പറമ്പിൽ അത്യാവശ്യം വെള്ളം നിൽക്കുകയാണെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തേക്കായിരിക്കും ഇവർ കൂടുതലും വന്നിങ്ങനെ കെടുക്കാനൊക്കെ നോക്കുക. അപ്പൊ ഒന്ന് ഇവിടേക്ക് ആകെ ഒന്ന് വൃത്തിയാക്കട്ടെ. നോക്കി നമ്മുടെ റംബുട്ടാൻ എന്താ അണ്ണാമല ഒരു പണി തുടങ്ങി. ഇതൊക്കെ തിന്നട്ടെ ചെറിയ കായാകുമ്പോ തിന്ന് എന്താ കൊഴിച്ചു തുടങ്ങിയിട്ട് താഴേക്ക്. ഈ പ്രാവശ്യം താഴെയല്ല കൂടുതൽ ഉണ്ടായിക്കണേ, ഭയങ്കര മുകളിലേക്കാ ഉണ്ടായിക്കണേ. നമുക്ക് കൈ എത്തണോടത്തൊന്നുമില്ല. പക്ഷെ ഒത്തിരി കായകൾ ഇതാ ഇതൊന്നും അല്ലാട്ടാ. ഇതിന്റെ അപ്പുറത്തൊരു വേറൊരു ചെറുതുണ്ട്, അത് ഞാൻ കാട്ടിത്തരാം. അമ്മ നിറച്ചുണ്ടായിട്ട് പുതിയ തൈയാണ്. അത് പണ്ണാനല്ല, ഈ മഴയാന്ന് തോന്നുന്നു കൊറേ കായകൾ കൊഴിയുന്നുണ്ട്. മഴയുടെ കാലാവസ്ഥയുടെ മാറ്റമായിരിക്കും, അറിയില്ല. അത് പിന്നെ ഒരു പുതിയ തൈയും കൂടിയാ. ഇപ്പൊ 2-3 ദിവസമായിട്ട് എന്നും ക്ലീനിങ്ങാ പറമ്പിന്റെ. മെയിനായിട്ടുള്ള പണിയാ. ഓരോ വകുപ്പ് അതിന്റെ കടയിൽ അവിടുത്തെ എന്താ പറയാ, ഇതൊരു ഊട്ടിയാപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മരമായിരുന്നത്. ഇതുമേ കണ്ട ഞാൻ കാട്ടിയതായിട്ട് ഇതിന്റെ കായ പച്ചയാണ്. ഇത് പഴുക്കും. ഈ ഒരു ഷേപ്പ് കണ്ട ഇതിന്റെ. അപ്പൊ ഇതിമ്മ നിറച്ച് കായകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പൂപ്പ് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ പാമ്പിന്റെ ആ ഒരു ഇത് കേട്ടപ്പളേ വേഗം എന്ത് ചെയ്തു, ഇവിടെ ഒക്കെ ഇതിന്റെ കൊമ്പ് ചില്ലൊക്കെ വെട്ടി ഇതിന്റെ അടിയൊക്കെ വൃത്തിയാക്കി. അങ്ങനെ ഭയങ്കര അടുപ്പിച്ചടുപ്പിച്ച് പറമ്പ് നല്ല ക്ലീൻ ആക്കി കൊണ്ടുപോകാന്നിരിക്കുക. ഇപ്പൊ ഇതിന്റെ കൊമ്പൻ ചില്ലൊക്കെ വെട്ടിട്ട് നമ്മുടെ ഈ റംബുട്ടാന്റെ കടക്കിരിക്കാട്ട് ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോ നമ്മൾ ഈ ചവറും കാര്യങ്ങളൊക്കെ കോരിയിട്ട് നമ്മളവിടെ മുളകും തൈയൊക്കെ വെച്ചിട്ട് അവരെ കടക്കിലേക്ക് കൊണ്ടിടാം.
ഞാനേ നമ്മുടെ ഈ ചവറ് ചാക്കില് വാരി ഇടാന്ന് വിചാരിച്ചത്. പക്ഷെ എന്നിട്ട് പറയും നല്ല ചളിയുള്ള ഒരു ചവറ അത്. അപ്പൊ നമ്മൾ അങ്ങനെ പുറത്തേക്ക് എന്താ പറയാ ചാക്കിലിട്ട് പുറത്തിട്ട് കൊണ്ടുപോകുമ്പോഴേ അത് മേലൊക്കെ ആകെ ആവും. അപ്പൊ അത് എന്നിട്ട് ബക്കറ്റിലാക്കിയിട്ട് കൊണ്ടുപോകണത്. പിന്നെ ബക്കറ്റിലാക്കി കൊണ്ടുപോകുമ്പോൾ ഒരു സൗകര്യം കൂടി ഉണ്ട്. നമ്മൾ ഈ പച്ചക്കറിയുടെ ഇങ്ങനെ കടക്കിലല്ല ഇട്ട് കൊടുക്കണേ. അപ്പൊ ഇട്ട് കൊടുക്കാനായിട്ട് ഇത്തിരി കൂടി സുഖമാണ്. അതാണ് ഈ ബക്കറ്റിൽ പറഞ്ഞേട്ടാ. ഷേട്ട് ഈ ചവറ് നമ്മുടെ മുളകിന്റെ കടക്കിനായിട്ട് ഇവിടെ നമ്മള് ചീരി മുളകും അല്ല ചീരി മുളകും കൂടിയിട്ട് കണ്ട വെച്ച് കൊടുത്ത് നോക്കണേ. ഇതിന്റെ ഇടയിൽ നമ്മളിതാ കോഴിക്കാട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോ ഇന്നലെ വൈകിട്ട് ഇട്ടതാണ് കേട്ടോ ഈ കോഴിക്കാട്ടൊക്കെ. ഇപ്പൊ പിന്നെ നമ്മുടെ പണി ഇപ്പൊ തിരിച്ച് വെയിലത്തായി തുടങ്ങിട്ടാ. കാരണം മഴയില്ലാത്ത സമയം നോക്കിയിട്ടാണ് ഇപ്പൊ ഓരോന്ന് ചെയ്യുന്നത്. അപ്പൊ വെയിൽ നോക്കണില്ലേ ആ സമയത്ത് ഇറങ്ങും. ഇതിരിക്കല്ലേ ചേട്ടാ. ഈ പുല്ല് നമ്മുടെ എന്താ പറയാ പൂന്തോട്ടത്തിലത്തെ പുല്ല് വെട്ടണതാട്ടാ. ഇനി ഷായിട്ട് എന്ത് ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കും. എന്നിട്ട് അതിന്റെ മുകളിലാണ് നമ്മൾ കൊള്ളിത്തരി നട്ട് കൊടുക്കുക കേട്ടാ. അപ്പൊ അതായത് നമ്മള് ഇനി ഇവിടെ നിന്ന് മഴ വരുന്ന സമയമായ കാരണം നമ്മൾ എന്താ പറയാ നമ്മൾ മണ്ണ് കുഴിച്ചിട്ട് അധികം സാധനങ്ങൾ വെക്കില്ല. കാരണം പെട്ടെന്ന് ചീഞ്ഞു പോകും. ഇനിക്ക് ഇതേപോലെ ഒക്കെ മുകളിലായിട്ട് നിർത്തിയ പോലെയാണ് നമ്മൾ ഇനി കൊള്ളിത്തരിക്ക് നട്ട് കൊടുക്കുക. കണ്ട നമ്മളിതില് പുല്ലല്ല കൊണ്ടിട്ടത്. നോക്കി അതിന്റെ മുകളിൽ കണ്ട ഇങ്ങനെയാണ് നമ്മൾ മണ്ണിട്ട് കൊടുക്കുക. ഈ പുല്ലിട്ടതാകുമ്പോഴേ നല്ല വേരോട്ടം ഉണ്ടാവും. അപ്പൊ കൊള്ളി നല്ല സ്ഥലം ഉണ്ടാവും. നല്ല നല്ല വലുപ്പത്തിലും കിട്ടും. ഓടി ഇറങ്ങാൻ പറ്റും. പിന്നെ ഇതിൽ നടന്നതേ 6 മാസ കൊള്ളിയാ. അപ്പൊ ഒരു 6 മാസം കഴിയുമ്പോ നമുക്കിത് പറിക്കുന്നത് കാണാട്ടാ. നമ്മുടെ കൊള്ളിത്തറി വെണ്ണീർ കേട്ടാ. അപ്പൊ നമ്മള് ഈ 2 ഡിഷ് തറികളാണ് വെച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ പറയാറുണ്ട് നമ്മുടെ കൊള്ളിത്തറിയുടെ തല അറിയണമെങ്കിൽ നമ്മള് കണ്ട മണ്ണുള്ള ഭാഗം ഇങ്ങനെ നിലത്ത് വെച്ചിങ്ങനെ വെട്ടുമ്പോ ഈ മണ്ണ് വരുന്ന ഭാഗമാണ് നമ്മൾ കുത്തി കൊടുക്കുക കേട്ടാ. ഇപ്പൊ ഇതാ എല്ലാത്തിനും ഞാൻ കാട്ടിത്തരാം. ഇത് പൊട്ടയാ കണ്ട നമ്മൾ വെട്ടിയ ഭാഗമൊക്കെ കണ്ട മണ്ണായിട്ട് ബാക്കിയുള്ള ഭാഗം മണ്ണുണ്ടാവൂല. അങ്ങനെയാണ് നമ്മൾ കൊള്ളിത്തറിയുടെ തല മനസ്സിലാക്കുക. എന്നിട്ട് ഇതാ ആ തലഭാഗം വെണ്ണൂറില് മുക്ക. വെണ്ണൂറല്ല വെണ്ണീർ. എനിക്ക് തെറ്റ് വരുന്നുണ്ട്. എനിക്ക് കമന്റിൽ അത് തിരുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ മുക്കിയിട്ട് നമ്മളിതാ ഇങ്ങനെ കുത്തി കൊടുത്താൽ മതി.
എന്തേലും നല്ല വലുപ്പത്തിലുള്ള കൊള്ളി നമുക്ക് ഇതിന് പറിക്കാൻ കിട്ടൂട്ടാ. നമ്മുടെ പറമ്പിലത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഞാനേ ഇപ്പൊ തന്നെ പറഞ്ഞല്ലുള്ളൂ നമുക്ക് പാമ്പിനെ, ഇവിടെ ചേട്ടനെ പാമ്പ് കടിച്ചിട്ട് പേടിയാവണ കാര്യം. എന്നിട്ട് നമ്മൾ ഈ പറമ്പ് ക്ലീൻ ചെയ്യണേ. ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വീട്ടിൽ വരുമ്പോഴാട്ടോ നമ്മുടെ ഈ മെറ്റലിലാണ് ഈ പാമ്പിനെ കണ്ടത്. ഇത് നല്ല വിഷമുള്ള പാമ്പാട്ടോ, വെള്ളിക്കട്ടനത് കണ്ടാ. ഇങ്ങനത്തെ കുട്ടികളാണ് നമ്മൾ കാണും കൂടിയില്ലേ, പെട്ടെന്നായിരിക്കും ഇങ്ങനെ വരിക. ഈ മഴക്കാലായ ഇവരിങ്ങനെ വന്നു തുടങ്ങും. വേനൽക്കാലത്തുണ്ടിട്ടാ ഇങ്ങനെ വരവ്. എനിക്കിപ്പോ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. എനിക്കാണെങ്കിൽ വീഡിയോ പിടിച്ചു തരുന്നത് മോനാണ്. അത് കാരണം നമ്മളിപ്പോ ഇവിടെ നിന്ന് നീങ്ങി അങ്ങോട്ട് പോവാണ്. പാമ്പ് എടുത്തോടെ എങ്ങനെയും പോകുന്നാണ് വിചാരിക്കണേ. ഞാൻ കുറച്ച് കഴിയുമ്പോ കുറച്ച് മണ്ണെണ്ണയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഈ ഭാഗത്തൊക്കെ തെളിക്കും. അത്രയാണ് ഞാൻ ചെയ്യണുള്ളൂ കേട്ടാ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പേടി എനിക്കിപ്പോ പറമ്പിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ഇങ്ങനെ നടക്കുമ്പോഴേക്ക് ചേട്ടനെ പാമ്പ് കടിച്ച് പറഞ്ഞപ്പോഴേ പേടി കൂടി. ഇപ്പൊ ആ ദിവസം തന്നെ നമ്മള് വീണ്ടും ഒരാളെ കൂടി കാണാനേ പറമ്പിലേക്ക് വരുമ്പോഴേ. എന്തായാലും അത് വലിയ സ്പീഡിൽ ഓടണൊന്നും കാണാനില്ല. നല്ല സൈസ് പാമ്പായ കാരണമാണ്. പക്ഷെ ആയിട്ടും പറയുന്നുണ്ട് നല്ല സൈസ് പാമ്പുകളൊന്നും അങ്ങനെ സ്പീഡിൽ ഓടില്ലാന്ന്. കാണുമ്പോ എനിക്ക് വെള്ളിക്കാട്ടിന്റെ പോലെ ഞാൻ അങ്ങനത്തെ കണ്ടിട്ടുണ്ട് ഇവിടെ മുന്നേ ഇങ്ങനത്തെ നിക്കണത്. അപ്പൊ എന്തായാലും ഞാനും മോനെ ഇവിടുന്ന് പതുക്കെ നീങ്ങാട്ടാ. ഇനി നമുക്കുണ്ടല്ലോ ഹായ് പറയാനുണ്ട് കേട്ടാ. അപ്പൊ ആദ്യം ഹായ് പറയുന്നത് ജയ്യോടാണ്. ഹായ് ജയ്. പിന്നെ അനു വടകര. ഹായ് അനു. ഇനി നമുക്ക് പാചകത്തിലേക്ക് പോവാട്ടാ. അയ്യോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ കടലക്കറിയും പിന്നെ ചിരട്ടപ്പുട്ടായിട്ട് ഉണ്ടാക്കണത്. അപ്പൊ ഈ ഒരു കടല എന്ന് പറയുന്നത് 1.5 ഗ്ലാസ് കടലയാണ് ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നത്. അപ്പൊ തലേദിവസം തന്നെ നമ്മള് വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്തിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും 8 മണിക്കൂറൊക്കെ നേരം നന്നായിട്ട് കുതിരണം കേട്ടാ. അപ്പൊ നമുക്കിതുണ്ടല്ലോ നേരത്തെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കണത് ഉപ്പാണ് കേട്ടാ. ഇച്ചിരി ചാറോടൊക്കെയാണ് വെക്കണേ. അപ്പൊ അതനുസരിച്ച് കുറച്ച് ഉപ്പ് ഞാൻ മുന്നേ തന്നെ കൂടുതൽ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് മഞ്ഞപ്പൊടി ഇതാ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ 2 ടീസ്പൂൺ ഇഞ്ചി നല്ല ചെറുതായിട്ട് നുറുക്കിയതാണ് കേട്ടാ. പിന്നെ നമുക്കിതിലേക്ക് 2 കതിരി കറിവേപ്പില. പിന്നെ നമുക്ക് ഈ കടല വേവാനുള്ള വെള്ളം. അപ്പൊ ചാറോട് കൂടി വെക്കണ കാരണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോ എപ്പോഴും ഇതാ കടലയ്ക്ക് മുകളിലായിട്ട് നന്നായിട്ട് വെള്ളം നിന്നോട്ടെ കേട്ടാ. ഇതേപോലെ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പൊ ഞാനിതാ തീ കത്തിക്കുന്നുണ്ട്. അപ്പൊ ഫുൾ തീയില് ഒരു വിസിൽ വരണം. അത് കഴിഞ്ഞ് തീ കുറവില് ഒരു 6 വിസിലെങ്കിലും വരണം കേട്ടാ. എങ്കിൽ മാത്രമാണ് നമ്മുടെ കടല നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടാ. അപ്പൊ കടല ഇവിടെ ഇരുന്ന് വേവട്ടെ. ഇനി ഇതിലേക്കുള്ള മസാലകളും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം. പിന്നെ ഉണ്ടല്ലോ മഴയുണ്ട് കേട്ടാ. മഴ ഇങ്ങനെ തൂളി നിൽക്കുന്നുണ്ട്. വലിയ ശക്തിയായിട്ട് പെയ്യണില്ല. നല്ല ശക്തിയിൽ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കണോണ്ട് കുഴപ്പമില്ല. നമ്മൾ നിൽക്കുന്നത് ഊഞ്ഞാലിന്റെ അടിയിലാണ്. അപ്പൊ അത് കാരണം നമ്മുടെ മേലേക്ക് വെള്ളം വരില്ല. പക്ഷെ നമ്മൾ പറയുന്നത് ചിലപ്പോ കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ശക്തിയിൽ പെയ്യില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്കിട്ടല്ലോ തീ കത്തിച്ച് ഒരു ചീനച്ചട്ടി ഇത് അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചീനച്ചട്ടി ഒന്ന് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടാ. ചീനച്ചട്ടി ഇതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നോക്കി നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടാ. അപ്പൊ ഒരു 4 ടീസ്പൂണിന്റെ അവിടേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയും ഒന്ന് ചൂടാവട്ടെ കേട്ടാ. നമ്മുടെ വെളിച്ചെണ്ണ ഇതാ നന്നായി ചൂടായി വന്നു. അതിലേക്ക് നോക്കി നമ്മള് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം കേട്ടാ, 2 കറുകപ്പട്ട, 2 ഏലക്കായ, 3 ഗ്രാമ്പു. ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ പെരുംജീരകമൊക്കെ ഇതാ പൊട്ടി തുടങ്ങി. നമ്മുടെ എന്താ പറയാ കറുകപ്പട്ടൊക്കെ ഇതാ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് 1/4 മുറി നാളികേരട്ട. നാളികേരം ഉണ്ടല്ലോ നല്ല ചോക്ക ആവണ്ട കേട്ടാ. ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. തീ കൂട്ടിയാണ് ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ നാളികേരം ഇട്ടിട്ട്. പിന്നെ ഉണ്ടല്ലോ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പൊ എന്താന്ന് അറിയില്ല ഭയങ്കര തെറ്റുകൾ വരുന്നുണ്ട്. 2 വീഡിയോയിൽ അടുപ്പിച്ചായിട്ട് ആ തെറ്റുകൾ ആവർത്തിക്കുന്നു. കാരണം പപ്പായയുടെ എന്താ പറയാ പപ്പായയുടെ അല്ല നമ്മുടെ ക്യാരറ്റ് അലുവ ഉണ്ടാക്കണേല് ക്യാരറ്റ് ഒഴിക്കുന്ന സമയത്ത് പപ്പായ ഒഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ഒരു തെറ്റ് ആവർത്തിച്ചു. പിന്നെ കഴിഞ്ഞ വീഡിയോയില് ബേ ലീഫ് ഇടാന്ന് പറയണോടത്ത് ഞാൻ
2 കറുകപ്പട്ട ഇടാന്നാ പറയണേ. പക്ഷെ നമ്മള് ബേ ലീഫ് തന്നെയാട്ടോ ഉപയോഗിക്കുന്നത്. ആ കറിയില്ലേ. അപ്പൊ അങ്ങനെ എന്താന്ന് അറിയില്ല, തെറ്റാവർത്തിക്കുന്നു. നമ്മുടെ കുക്കറിതാ ഒരു വിസിൽ വന്നു. ഞാൻ തീ കുറച്ച് വെക്കാണ് കേട്ടാ. ഇനി 6 വിസിൽ വരണം കേട്ടാ. നാളികേരം ഇട്ടിട്ടതാ 2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നോക്കി നമ്മുടെ നാളികേരത്തിന്റെ കളറ് ഇങ്ങനെയൊന്നും ആവണുള്ളൂ കേട്ടാ. കാരണം നാളികേരത്തിലത്തെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു വരുന്നുള്ളൂ. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 സബോള, കനം കുറച്ച് മുറുക്കിയത്. സബോള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടാ. നമ്മുടെ ചീനിച്ചട്ടി മൺചീനിച്ചട്ടി ആയ കാരണമാണ് ഇങ്ങനെ പുകയണത്. അപ്പൊ എന്താ പറയാ, തീ കുറച്ച് വെച്ചാലും ചീനിച്ചട്ടി നല്ല ചൂടിലിരിക്കേ. സബോള ഇട്ടിട്ട് നോക്കിയേ, സബോളയുടെ ഒരു കളർ ചെറുതായിട്ടൊന്നും ഇങ്ങനെ മാറി വരുന്നുള്ളൂ കണ്ട. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടാ. അപ്പൊ തീ കുറവിലാണ് ഞാൻ വെക്കണേ. 2 ടീസ്പൂണ് മുളക് പൊടി, അതേപോലെ തന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇതാ മുന്നേ നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടിയെ കടലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇതിലും കൂടി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. നമുക്ക് നന്നായിട്ടൊന്ന് പൊടിയിലേക്ക് ആ പച്ചക്കുത്ത് പോണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ഇട്ടതാ അതിന്റെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട് കണ്ട. ചെറുതായിട്ടൊരു കളറൊക്കെ ഇങ്ങനെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഉണ്ടല്ലോ 2 തക്കാളി ഇതാ ചെറുതായിട്ട് നുറുക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. ഈ തക്കാളി നന്നായിട്ട് വഴറ്റണ്ട, അന്ന് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കാൻ മതി. അത്രയും സമയം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടാ. തക്കാളിയൊക്കെ ഇട്ട് ചെറുതായിട്ട് ഒന്നിങ്ങനെ വെന്ത് വരെ വേണ്ടോന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ ആയിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടാ. ഇനി ഇത് ചൂടാറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഇത് അടിച്ചെടുക്കണം കേട്ടാ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടാ. അല്ലെങ്കിൽ പിന്നെ ഇതിൽ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ മൂപ്പ് വീണ്ടും കൂടിക്കും. ചൂടാറട്ടെ. നമ്മൾ ഇനിയിപ്പതാ പുട്ടാട്ടാ ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ചിരട്ടപ്പുട്ട് ഉണ്ടാക്കണേന്ന് പറഞ്ഞല്ലോ. ചിരട്ടപ്പുട്ട് ഉണ്ടാക്കിയാൽ നമുക്കിതാ ഇങ്ങനത്തെ ഒരു പാത്രത്തിലായിട്ട് നമ്മൾ ഉണ്ടാക്കണത്. പണ്ടത്തെ പോലെ നമ്മൾ ചിരട്ടല്ല, ഇങ്ങനത്തെ സ്റ്റീലായിട്ട് വരുന്നുണ്ടല്ലോ അതില്. അപ്പൊ നമുക്കിതാ ഞാൻ 2 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടാ. അപ്പൊ നമുക്കിതാ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണിന്റെ അടുത്തേക്ക് കുറച്ച് ഉപ്പും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഇനി നമ്മൾ ഇതിൽ ഞാൻ കുറച്ച് വെള്ളം ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ചൂടുവെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ നല്ല സോഫ്റ്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മുടെ കൈ പൊള്ളാത്ത രീതിയിൽ നമ്മൾ ഒഴിച്ചിട്ട് ആക്കുക. അപ്പൊ 1 ഗ്ലാസ് പൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള പോലെ ആയിട്ട് എടുക്കുക. അത് ഓരോ അരിപ്പൊടിയുടെ ഇതേപോലെ ഇരിക്കും ചെയ്യൂട്ടാ. അപ്പൊ കൈ പൊള്ളരുത്. സഹിക്കാവുന്ന ചൂടിലാക്കുകയാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും പുട്ടിന്. നന്നായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കട്ടകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ആക്കി എടുക്കാട്ടെ. ഒരു അരുത്തുനിന്ന് ഇങ്ങനെ കാണിച്ചാൽ മതി. അപ്പൊ നമുക്ക് നല്ല പൊടിയായിട്ട് കിട്ടും. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ തന്നെ വേണമെങ്കിൽ ജാറിലിട്ടിട്ട് ഒരു അടി അടിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല സ്പീഡിൽ നമുക്കിങ്ങനെ നന്നായിട്ട് പൊടിച്ച് അങ്ങനെ എടുക്കാൻ പറ്റൂട്ടാ. ഇപ്പൊ ഞാൻ കൈ കൊണ്ടാണ് കാണിക്കണേ. അപ്പൊ നോക്കിയേ, നമ്മളിതാ പുട്ടും പൊടി നന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ പുട്ടിന്റെ അളവെന്ന് പറഞ്ഞാലേ നമ്മൾ ഇങ്ങനെ പിടിക്കുമ്പോ കണ്ട ഇതേപോലെ ആവണം. ഇതാണ് കേട്ടാ പുട്ടിന്റെ നനവ്, നമുക്കറിയാം. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ചതച്ചത് കേട്ടാ. പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കൈ കൊണ്ട് ഒന്നും കൂടി ഇങ്ങനെ നമുക്ക് എല്ലായിടത്തേക്കും ഈ എന്താ പറയാ ഉള്ളിയുടെയൊക്കെ ആ ഒരു വാസന നല്ലതാട്ടാ. പുട്ടുണ്ടാക്കിയിട്ട് ആ ചൂടോടെ എടുക്കുമ്പോ നല്ലൊരു മണം വരും. നന്നായിട്ടൊന്ന്
പൊടിയിലേക്കൊക്കെ എല്ലായിടത്തേക്കും ആവേണ്ട പോലെ ജീരകം ഉള്ളിയൊക്കെ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് തിരുമ്പി കൊടുക്കണം കേട്ടാ. അപ്പൊ ദാ പുട്ട് പൊടി നമ്മുടെ പാകമായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പുട്ടുണ്ടാക്കാൻ ഞാൻ ചെയ്യുന്നത് എന്തിട്ടാണെങ്കിൽ നമ്മുടെ ഒരു കുക്കർ ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 5 ഗ്ലാസിന്റെ അടുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഒരു കുക്കർ നമ്മൾ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടാ. എന്നിട്ട് ഈ വിസില് നമ്മൾ ഊരി വയ്ക്കുകയാണ് ചെയ്യണേ. അപ്പൊ ഇതിൽ കൂടെ ആവി വരുമ്പോഴാണ് നമ്മള് ഇതില് പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാട്ടെ ചെയ്യാ. അപ്പൊ ഇതൊന്ന് തിളച്ച് ആവി വരട്ടെ. അപ്പൊ നോക്കിയേ നമ്മുടെ കുക്കറിൽ കൂടെ കണ്ട ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കും. നാളികേരൊക്കെ ഇവിടെ ഷായിട്ടിന് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പൊ ഞാൻ ഇത്തിരി കൂടുതൽ നാളികേരം തന്നെ ഇടുന്നുണ്ട്. ഇതിന്റെ മുകളിലും നാളികേരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതാ മൂടി വയ്ക്കാം കേട്ടാ. നമ്മുടെ പുട്ടൊക്കെ വെച്ച് ഇതാ നന്നായിട്ട് ആവി വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ നമുക്കറിയാം പുട്ടൊക്കെ വേവാധികം സമയമൊന്നും വേണ്ട. അപ്പൊ നമുക്കിത് എടുക്കാം. നമ്മുടെ ചിരട്ടപ്പുട്ട് റെഡിയായി. ഇനി ഇതേപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളത് എല്ലാതും ഉണ്ടാക്കി എടുക്കട്ടെ കേട്ടാ. ഇനി നമ്മുടെ പുട്ട് ഒക്കെ വേവണേന്റെ ഇടയിൽ നമുക്ക് നമ്മുടെ കടലയിലേക്കുള്ള മസാലയും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടാ. അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പൊ 2 കറി ഒപ്പം കഴിയും. നമ്മുടെ കടലക്കറി വേവലും കഴിയും, അല്ല മസാല റെഡിയാക്കലും കഴിയും. നമ്മുടെ പുട്ടോട് വേവിച്ചെടുക്കാം. നമ്മുടെ കടല അതാ വിസിലൊക്കെ വന്ന് എയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ നോക്കിയേ നമ്മുടെ കടലേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിതാ ഇങ്ങനെ ഒരു കടല എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ അമർത്തുമ്പോ വേണ്ട വെന്തിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്കിത് ഈ അടുപ്പുമ്മയ്ക്ക് ഇറക്കി വയ്ക്കാം. കാരണം എനിക്ക് ഈ അടുപ്പാണ് ഇത്തിരി വലുതേ. അപ്പൊ ഇതുമേനെ നമുക്ക് ഇതാ തീ കത്തിച്ച് നമുക്കിതാ ഒരു ചട്ടി അടപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചട്ടി വെച്ചിതാ ചട്ടി നന്നായിട്ട് ചൂടായി. അതിലേക്ക് നമ്മളിത് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണയും ഒന്ന് ചൂടാവട്ടെ കേട്ടാ. ചട്ടി ചൂടായി അതിലേക്ക് നിൽക്കുന്ന ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീരകം കേട്ടാ. പെരിഞ്ജീരകം പൊട്ടി തുടങ്ങി. അപ്പൊ തന്നെ നമ്മൾ വെളുത്തുള്ളി അത്യാവശ്യം വലിപ്പമുള്ള വെളുത്തുള്ളി ആയിരുന്നു കേട്ടോ. അപ്പൊ വട്ടത്തിൽ അരിഞ്ഞിട്ടുള്ള 3 വെളുത്തുള്ളി ഇട്ടതാ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താ ആ വെളുത്തുള്ളിയുടെ ഒരു പച്ച കുത്തുണ്ടല്ലോ അത് പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടാ. അപ്പൊ നമുക്ക് വെളുത്തുള്ളി ഇട്ടേമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് നോക്കിയാൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൂടെ തന്നെ നമ്മളിതാ കറിവേപ്പില ഇട്ട് കൊടുക്കണേ. കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഒന്ന് ഇതാ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഗരം മസാല കേട്ടാ പൊടിച്ചത്. ഗരം മസാല ഇട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒപ്പം നമ്മുടെ അരച്ച നമ്മുടെ മസാല ഉണ്ടല്ലോ അത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കേട്ടാ. ഇത് ഉണ്ടല്ലോ ഈ ഒഴിച്ച നമ്മുടെ ഈ മസാല ഒന്ന് തിളക്കട്ടെ കേട്ടാ. നമ്മുടെ പുട്ട് ഞാനിവിടെ വേവിച്ചെടുക്കുന്നുണ്ടേ. മസാല ഒഴിച്ചിട്ട് നോക്കിയേ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ കടല ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടാ. ഇനി കടല ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കണ്ട അത്യാവശ്യം അളവിലുള്ളൊരു കറിയാണ്. കാരണം നമുക്ക് പുട്ടിലേക്കാണ് നമ്മളിത് ഉപയോഗിക്കണേ. പുട്ടിലേക്ക് മാത്രല്ല കേട്ടാ ചോറിലേക്ക് ഉപയോഗിക്കാൻ രസമാണ്. അതേപോലെ ഇഡ്ഡലി ചപ്പാത്തിലേക്കൊക്കെ പറ്റണ നല്ലൊരു കറിയാണ്. അപ്പൊ ഇനി നന്നായിട്ടൊന്ന് തിളക്കട്ടെ. കടലൊക്കെ ഒഴിച്ചിടാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് തീ കുറവിൽ വെക്കുക. അപ്പൊ എണ്ണയ്ക്ക് ഒന്ന് തെളിഞ്ഞു വരും. അപ്പൊ നമ്മുടെ കറി റെഡി ആവും കേട്ടാ. പുട്ട് ഞാന് ഇനി ഉണ്ടാക്കണില്ല കേട്ടോ. ഇനി കുറച്ചായിട്ട് ഉണ്ടാക്കണുള്ളൂ. 4 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുത്തു.
അതായത് നല്ല ചൂടോടെ തന്നെ കഴിക്കാമല്ലോ. അപ്പൊ നമ്മൾ 2 ഗ്ലാസ് അരിപ്പൊടിക്കാണ് നമ്മൾ ഈ പുട്ട് ഉണ്ടാക്കിയത്. അപ്പൊ ചിരട്ടപ്പുട്ട് 2 ഗ്ലാസ് അരിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് 6 പുട്ടാണ് ഇട്ട് ഉണ്ടാക്കാൻ പറ്റുക. 4 ഉണ്ടാക്കി, ഈ 2 കൂടി ഉണ്ടാക്കാനുണ്ട്. അപ്പൊ ഞാനത് കുറച്ച് കണ്ട് ഉണ്ടാക്കണുള്ളൂ എന്ന് പറഞ്ഞോളൂ. ഇനി അപ്പൊ നമ്മുടെ കടലയാണെങ്കിൽ ഇത് അവിടെ തിളച്ച് എണ്ണയ്ക്ക് ഇതാ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ട. ഈ ഒരു സമയത്ത് നമ്മൾ ഇനി കറി റെഡി ആയിട്ടാ. ഈ സമയത്ത് നമുക്ക് ഇനി ഉപ്പ് അങ്ങ് കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം കേട്ടാ. അപ്പൊ നമ്മുടെ കടലക്കറി റെഡി ആയി കണ്ട. അതേപോലെ ഒരു അളവിലാണ്, നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് കേട്ടാ. അപ്പൊ നമുക്കിതാ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ ഞാൻ ഇനി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഷായിട്ട് പിടിച്ചിട്ട് തരട്ടെ. കണ്ട അളവിലാണ് നമ്മുടെ പുട്ടൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു അളവ് നല്ലതാട്ടാ കറിക്ക്. കാണുമ്പോ തന്നെ വായിൽ വെള്ളം വന്നു തുടങ്ങി. ഈ മഴയത്തില്ലേ ശരിക്കില്ലേ ഈ പുട്ടും കടലയും അതിൻ്റെ കൂടെ ഈ കട്ടൻ ചായയും നല്ല കോമ്പിനേഷനാ. ഞാൻ പിടിക്കാം. അത്ര രസമാണ് കറീനെ കഴിച്ചപ്പോ പറഞ്ഞാ നല്ല രുചിയില അത് അറിയുന്നത്. അടിപൊളിയാ. സൂപ്പറല്ലേ കറി? ഇത് ഭയങ്കര രസമായിട്ട കറി. ഈ കടലക്കറി എല്ലാവരും അപ്പൊ ഒന്ന് വെച്ച് നോക്കിയോളോ, അത്ര രസമായിട്ടുള്ളത്. നിർത്തല്ലേ അപ്പൊ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.